ഹലോ വേൾഡ് ചാനലിന്റെ ഡെയിലി ഫിറ്റ്നസ് ഡിവിഷനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം ഒരു പുതിയ അതിഥി എത്തുകയാണ്. നമ്മുടെ ബോഡിയുടെ ഫിറ്റ്നസിനെ കുറിച്ചും അത് നോക്കുവാൻ, അത് പരിപാലിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് സംസാരിക്കുവാനായി ഞങ്ങളുടെ പ്രിയങ്കരനായ അഖിൽ ആലപ്പുഴ ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുകയാണ്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്കുണ്ടായിരിക്കും. സോ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണം. താങ്ക് യു വെരി മച്ച്. ആരോഗ്യം നമുക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്ക് അറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് ആരോഗ്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നും, അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ ജിം പോലെയുള്ള മാധ്യമങ്ങൾ എപ്രകാരമാണ് ഒരു മനുഷ്യനെ ഒരു ഹെൽത്തി ബോഡി കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹെൽത്തി മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനും അവനെ സഹായിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിം എന്നുള്ളത്. അപ്പൊ ആ ഒരു ജിമ്മിനെ കുറിച്ച് മാത്രമാണ്, എങ്ങനെയാണ് എപ്രകാരമാണ് ഒരു വ്യക്തി ജിമ്മിൽ പോകാൻ നേരത്ത് ചെയ്യേണ്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ആരോഗ്യവാന്മാരായിരുന്നു പണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാലങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തില് ജിമ്മിൽ പോകുന്ന ശീലം കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അപ്പോൾ നമ്മൾ നമ്മളിൽ പലരും ജിമ്മിൽ പോയിട്ടുണ്ട്, പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ മോട്ടിവേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോഴത്തേക്കും ഒരു ജിമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ എപ്രകാരമാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് തിങ്കൾ മുതൽ ശനി വരെയാണ് സാധാരണ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച ദിവസം അത് നമ്മൾ റെസ്റ്റിന് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് ചെസ്റ്റിനാണ്. ചെസ്റ്റിന് വേണ്ടി ധാരാളം ഐറ്റംസ് ഉണ്ട്. ചെസ്റ്റ് പ്രസ് ഉണ്ട്, ബെഞ്ച് പ്രസ് ഉണ്ട്, ഇൻക്ലൈൻ പ്രസ് ഉണ്ട്, ഡിക്ലൈൻ പ്രസ് ഉണ്ട്, പെക്ടക് ഫ്ലൈ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 3 ഐറ്റം നമുക്ക്, ഇപ്പൊ നമ്മുടെ പ്രായം കൂടെ നോക്കണം. നല്ല യൗവനം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മിനിമം 6 ഐറ്റം നമുക്ക് ചെസ്റ്റിന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പ്രായമായവരാണെങ്കിൽ ഏതെങ്കിലും 3 ഐറ്റം, ബെഞ്ച് പ്രസ്സോ ചെസ്റ്റ് പ്രസ്സോ, അങ്ങനെ ഏതെങ്കിലും 3 ഐറ്റം നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ച നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്സിനാണ്. വിങ്സ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. ആ നല്ല വിങ്സ് ഉള്ളവർക്ക് നല്ല ശരീര വടിവ് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ വിങ്സിന് ധാരാളം വർക്കൗട്ട് ഉണ്ട്. ഉണ്ട്, കീ ബാർ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട് പുള്ളി, ബാക്ക് പുള്ളി ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മിനിമം 5 ഐറ്റമാണ്, 5 മുതൽ 6 ഐറ്റം വരെയാണ് ജിമ്മിലെ ആശാന്മാർ പറയുന്നത്. നമുക്ക് പ്രായം അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും 3 ഐറ്റമോ അല്ലെങ്കിൽ 5 ഐറ്റമോ ചെയ്യാവുന്നതാണ്. ബുധനാഴ്ച നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡറിനാണ്. ഷോൾഡറും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഷോൾഡറിനും ധാരാളം വർക്കൗട്ട് ഉണ്ട്. ഫ്രണ്ട് പ്രസ് ഉണ്ട്, ബാക്ക് പ്രസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്രൈറ്റർ, ഷ്രെഗ്, പ്ലേറ്റ് വെച്ച് ഹാഫ്. ഇതൊക്കെ ജിമ്മിൽ പോകുന്നവര് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആശാമാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷ്രെഗും പ്ലേറ്റ് വെച്ച് ഹാഫും ഒക്കെ ആശാമാരെ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ വ്യാഴാഴ്ച നമ്മൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ടതാണ് ലെഗ് എന്നുള്ളത്. ആയിട്ടും ലെഗ് വ്യാഴാഴ്ചയാണ് ചെയ്യേണ്ടത്. അതായത് ശനിയാഴ്ച ലെഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച നല്ല പെയിൻ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലെഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം നമ്മൾ നടക്കണം. വെറുതെ നടന്നാൽ പോരാ, നമ്മൾ നിത്യജീവിതത്തിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ലെഗ് ചെയ്യണമെന്നാണ് പേഴ്സണലി എനിക്കും, അതുപോലെ തന്നെ ഒട്ടുമിക്ക ജിമ്മുകളിലും അത് തന്നെയാണുള്ളത്. ലെഗിന് ധാരാളം വർക്കൗട്ട് ഒക്കെ ഉണ്ട്. ലെഗ് പ്രസ് ഉണ്ട്, പവർ സ്ക്വാട്ട് ഉണ്ട്, സ്ക്വാട്ട് ഉണ്ട്, അതുപോലെ ധാരാളം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 3 ഐറ്റം അല്ലെങ്കിൽ 3 മുതൽ 6 ഐറ്റം നമുക്ക് ചെയ്യാവുന്നതാണ്. വെള്ളിയാഴ്ച ഗ്രൗണ്ട്. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു എക്സസൈസ് ആണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൗണ്ടിൽ ധാരാളം പുഷപ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രസ് ഐറ്റംസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മുടെ ഫുൾ ബോഡി നമുക്ക് ഈ പറയുന്ന ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യുന്ന വഴി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതായത് ഫുൾ ബോഡി എക്സസൈസ് ആണ് ഈ ഗ്രൗണ്ട് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത്.
വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പ്രസ് ഐറ്റംസ് ആണ്. ശനിയാഴ്ച നമ്മൾ ഒട്ടുമിക്ക എല്ലാ ജിമ്മിലും തന്നെ ചെയ്യുന്നത് ബൈക്കാണ്. ബൈസെപ്സും ധാരാളം വർക്കൗട്ട്സ് ഒക്കെ ഉണ്ട്. ബൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബൈസെപ്സും ട്രൈസെപ്സും കൂടെയാണ് ചെയ്യുന്നത്. വെയിറ്റ് ബൈ ഉണ്ട്, പുള്ളി ബൈ ഉണ്ട്, ഡംബൽ കേളുണ്ട്, അങ്ങനെ ധാരാളം വർക്കൗട്ട്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അത് നമ്മളെ കൂടുതൽ ഉന്മേഷവാന്മാരാക്കുകയും അതുപോലെ തന്നെ ഒരു ആരോഗ്യമുള്ള ശരീരത്തിനും അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള മനസ്സിന് നമ്മൾ ഉടമയാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും ജിമ്മിൽ പോകണമെന്ന് പേഴ്സണലായി ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. താങ്ക് യു.